ഹലോ എവ്രി വൺ, എല്ലാവർക്കും VBY ITI കൽപ്പകഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഇവിടെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ പവർ ജനറേഷൻ എന്ന മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: in a hydroelectric plant, a conduct system for taking water from the intake works to the turbine is known as dash. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൽ ഉള്ള ഒരു കണ്ടക്ട് സിസ്റ്റം, അതായത് നമുക്ക് വാട്ടറിനെ അതിനെ ഇൻടേക്ക് വർക്ക്സിൽ നിന്ന് ടർബൈനിലേക്ക് എത്തിക്കുന്ന ആ ഒരു കണ്ടക്ട് സിസ്റ്റം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഡാം, ഓപ്ഷൻ ബി റിസർവോയർ, ഓപ്ഷൻ സി പെൻസ്റ്റോക്ക്, ഓപ്ഷൻ ഡി സർജ് ടാങ്ക്. ഓക്കെ, അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ഇൻടേക്ക് വർക്ക്സിനെ, അതായത് നമ്മുടെ മുകളിലുള്ള വാട്ടറിനെ ഇൻടേക്കിൽ നിന്ന് ടർബൈനിലേക്ക് എത്തിക്കുന്ന, ക്യാരി ചെയ്യുന്ന ആളാരാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം, ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ഹയർ ബാരിയറാണ് അല്ലേ, വാട്ടറിനെ ഹൈ ഹെഡിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഡാം. റിസർവോയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ ആ ഡാമിലേക്കുള്ള ആ ഒരു വാട്ടർ തന്നെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത് അല്ലേ. ലൈക്ക് നമ്മുടെ റിവർ ഒക്കെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാട്ടറിനെ ക്യാരി ചെയ്യാനുള്ള ഒരു ഓപ്പൺ ഓർ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സിനെയാണ് നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്ക് എന്താ, ടർബൈനിലേക്ക് എത്തുന്ന വാട്ടറിനെ ഇൻടേക്കിൽ നിന്ന് ക്യാരി ചെയ്യുന്ന ഒരു കോൺഡ്യൂട്ട് ആണ് ആക്ച്വലി പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി സർജ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെൻസ്റ്റോക്കിന് മുകളിൽ, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ വാട്ടർ ഹാമറിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിവൈസാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പെൻസ്റ്റോക്ക് ആണ്. ഓക്കെ, പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടറിനെ ടർബൈനിലേക്ക് വാട്ടറിനെ ക്യാരി ചെയ്യാനുള്ള ഒരു ഓപ്പൺ ആകും, അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സ് ആണ് ആക്ച്വലി പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. പെൻസ്റ്റോക്ക് നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടൊക്കെ അത്രയും ഹൈ കൺസ്ട്രക്ഷനിൽ ഉള്ളതാണ് നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടേക്കുള്ള വാട്ടറിൻ്റെ ഹെഡ് എത്രയാണ്, അല്ലെങ്കിൽ വാട്ടറിൽ ഉണ്ടാകാവുന്ന പ്രഷർ എത്രയാണോ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് പെൻസ്റ്റോക്കിൻ്റെ തിക്നെസ്സൊക്കെ ഇൻക്രീസ് ആകും. അത്രയും ഹൈ സ്ട്രക്ചർ, അത്രയും തിക്നെസ്സൊക്കെ ഉള്ള ഒരു കോൺഡ്യൂട്ടാണ് നമ്മുടെ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബയോമാസ് സോഴ്സ്? അതായത് നമുക്ക് താഴെ തന്നതിൽ ഒരു ബയോമാസ് സോഴ്സ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബയോഗ്യാസ് പവർ പ്ലാന്റിൽ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എടുക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ബയോമാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നതിൽ ആ ബയോമാസ് സോഴ്സ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഗോബർ ഗ്യാസ്. ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്യാസ് ഫ്യൂവലാണ്. നമുക്കൊരു ഓർഗാനിക് മെറ്റീരിയൽസ് നിന്നൊക്കെ കിട്ടുന്നൊരു ഗ്യാസ് തന്നെയാണ് ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി കോള്, ഓപ്ഷൻ സി വുഡ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ എനർജി. അപ്പോൾ ഇതിൽ നമുക്കൊരു ബയോമാസ് സോഴ്സ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ന്യൂക്ലിയർ എനർജി. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3: ദ സോഴ്സ് ഓഫ് എനർജി ഓഫ് ദ സൺ ഈസ് ഡാഷ്. അതായത് നമ്മുടെ സണ്ണിലുള്ള എനർജിയുടെ സോഴ്സ് എന്താണ്, അതായത് സണ്ണിൽ ആക്ച്വലി നമുക്ക് എന്ത് പ്രോസസ്സിൽ നിന്നാണ് എനർജി ക്രിയേറ്റ് ആവണമെന്നാണ് ഈ ക്വസ്റ്റ്യനോട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫിഷൻ, ഓപ്ഷൻ ബി കെമിക്കൽ റിയാക്ഷൻ, ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫ്യൂഷൻ, ഓപ്ഷൻ ഡി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ നടക്കുന്നത്. അതായത് ഫിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹെവി ന്യൂക്ലിയസിനെ വേറെ ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് പൊട്ടിത്തെറിയൊക്കെ സംഭവിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ന്യൂക്ലിയസ് ആയിട്ട് സ്മോൾ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കലി നടക്കുന്ന റിയാക്ഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ന്യൂക്ലിയസുകൾ സ്മോൾ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്നിട്ട് ഒരു ബിഗ് ഹെവി ന്യൂക്ലിയസ് ആയി മാറുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, നമുക്ക് ലൈറ്റിൻ്റെ സഹായത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മുടെ സണ്ണിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4. മേജർ ഷെയർ ഓഫ് പവർ ജനറേറ്റഡ് ഇൻ ഇന്ത്യ ത്രൂ വിച്ച് മീൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഇന്ത്യയിൽ പവർ ജനറേഷൻ്റെ മേജർ ഷെയർ ഏതിൽ നിന്നാണെന്ന്, ഏത് ടൈപ്പ് പ്ലാന്റിൽ നിന്നാണ്, താഴെ പറയുന്ന ഏതിൽ നിന്നാണ് നമുക്ക് മേജർ ഷെയർ ഓഫ് പവർ ജനറേഷൻ മേജർ ഷെയർ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഓപ്ഷൻ ബി ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഓപ്ഷൻ സി തെർമൽ പവർ പ്ലാന്റ്, ഓപ്ഷൻ ഡി ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ഇന്ത്യൻ പവർ സെക്ടർ, നമ്മുടെ ഇന്ത്യയിലെ പവർ സെക്ടർ അനുസരിച്ചിട്ട് നമ്മൾക്കിവിടെ പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഏകദേശം 22% ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ടോട്ടൽ എനർജിയുടെ 22% ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇനി ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെങ്കിൽ ഏകദേശം 3% ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ മൊത്തം കപ്പാസിറ്റിയുടെ 65% നമ്മൾക്ക് തെർമൽ പവർ പ്ലാന്റ് എന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് ഓൾമോസ്റ്റ് 10% എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ടാണ് ബാക്കി പെർസെൻറ്റേജ് വരുന്നത്, അതായത് വിൻഡ്, ബയോമാസ്, സോളാർ കൂടി ചേർന്നിട്ടാണ് ബാക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ പവർ സെക്ടർ പ്രകാരം ഓരോ പ്ലാന്റിൽ നിന്നുള്ള പെർസെൻറ്റേജ് പറയണം. അപ്പം ഇതിൽ ടോട്ടൽ വരുന്നത് നമ്മൾക്ക് തെർമൽ പവർ പ്ലാന്റ് ആണ് 65%. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, തെർമൽ പവർ പ്ലാന്റ് ആണ് നമുക്ക് മേജർ ഷെയർ ഓഫ് പവർ തരുന്നത് നമ്മുടെ ഇന്ത്യയിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ് ഡാഷ്. അതായത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവാണ്. ഓപ്ഷൻ ബി ഫ്രീ ഫ്രം പൊല്യൂഷൻ പ്രോബ്ലംസ്, അതായത് മലിനീകരണ പ്രോബ്ലംസ് എന്നൊക്കെ പൊല്യൂഷൻ പ്രോബ്ലംസ് എന്നൊക്കെ ഫ്രീ ആണ്, പൊല്യൂഷൻ പ്രോബ്ലം ഒന്നും ഇല്ല. ഓപ്ഷൻ സി നോ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, അതായത് നമുക്ക് ഫ്യൂവലിനെ ഒരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഇല്ല. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ പ്രത്യേകത ഏറ്റവും എഫിഷ്യൻസി കൂടുതലുള്ള പവർ സ്റ്റേഷനാണ്. അപ്പോൾ താഴെ പറയുന്ന ഓരോന്നും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഓക്കെ, then next 6th question. Out of the following is not a non-conventional or renewable source of energy. താഴെ തന്നിട്ടുള്ളതിൽ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ അല്ലാത്ത സോഴ്സ് ഓഫ് എനർജി ഏതാണ്, എനർജിയുടെ സോഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച്
ഉപയോഗിക്കുന്നതനുസരിച്ച് തീരാത്തതിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ എന്ന് പറയും. അതായത് നമുക്ക് വീണ്ടും വീണ്ടും റിന്യൂവബിൾ ആണ്, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നാച്ചുറലി റിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നതാണ് നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോൺ കൺവെൻഷണൽ അല്ലാത്തത് ഏത്, അങ്ങനെ റിന്യൂ ചെയ്യാൻ പറ്റാത്തത്, അതായത് ഉപയോഗിച്ചാൽ തീർന്നുകൊണ്ടിരിക്കുന്ന ഏതാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ടൈഡൽ എനർജി, ഓപ്ഷൻ ബി ജിയോ തെർമൽ എനർജി, ഓപ്ഷൻ സി ന്യൂക്ലിയർ എനർജി, ഓപ്ഷൻ ഡി വിൻഡ് എനർജി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് ഉപയോഗിച്ചാൽ തീർന്നുകൊണ്ടിരിക്കുന്നത്, അതായത് റിന്യൂ ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ന്യൂക്ലിയർ എനർജിയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഒരു പോയിന്റ് പറയട്ടെ. അതായത് നമ്മൾക്ക് നമ്മുടെ സോഴ്സസ് ഓഫ് എനർജി, നമ്മുടെ എനർജി സോഴ്സിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കൺവെൻഷണൽ എനർജി സോഴ്സ് ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നതാണ് കൺവെൻഷണൽ എനർജി സോഴ്സ്. അതായത് നമുക്ക് നാച്ചുറലി റിന്യൂ ചെയ്യാൻ പറ്റില്ല, റിന്യൂവബിൾ അല്ലാത്തത്. അതിൻ്റെ വേറെ പേരാണ് നോൺ റിന്യൂവബിൾ സോഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഹൈഡ്രോ, തെർമൽ, ന്യൂക്ലിയർ പോലത്തെ എക്സെട്ര. ഓക്കെ, അതായത് അതൊക്കെ എന്താ, നമുക്ക് ഉപയോഗിക്കുന്നത് തീർന്ന് പോകുന്ന, നാച്ചുറലി നമുക്ക് റിന്യൂ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് നോൺ കൺവെൻഷണൽ എന്ന് പറയുന്നത്. അതായത് ഉപയോഗിച്ച് തീർന്ന് പോകുന്നില്ല, മറ്റത് ഉപയോഗിച്ച് തീർന്ന് പോകുന്നതാണ് കൺവെൻഷണൽ. എന്നാൽ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിനകത്ത് തീർന്നു പോകുന്നില്ല, റിന്യൂവബിൾ ആണ്, നാച്ചുറലി അത് റിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേറെ പേരാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ വിൻഡ്, ടൈഡ്, സണ്ണ് എക്സെട്ര. ഓക്കെ, ഇനി ഇതിൻ്റെ പേര് ശ്രദ്ധിക്കുക, നമുക്ക് പേരിൽ മാറിപ്പോവാൻ ചാൻസ് കൂടുതൽ. അതായത് നമ്മൾ ഏത് ടേമിലാണോ നോൺ എന്ന ടേം വരുന്നത് അതിൻ്റെ കൂടെ മറ്റേ പേര് നോൺ ഉണ്ടാവില്ല, അങ്ങനെ ഓർക്കുക. അതായത് നമുക്ക് നോൺ കൺവെൻഷണൽ സോഴ്സാണ് റിന്യൂവബിൾ സോഴ്സ്, കൺവെൻഷണൽ സോഴ്സാണ് നോൺ റിന്യൂവബിൾ സോഴ്സ്. ഓക്കെ, അപ്പോൾ പേര് അങ്ങോട്ടും മാറിപ്പോയത്. സോ നമുക്കിവിടെ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ അല്ലാത്തതായിരുന്നു ചോദിച്ചത് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂക്ലിയർ എനർജി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. കോൾ യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ് ഹാസ് ആഷ് കണ്ടൻറ്റ് ഓഫ് ഡാഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളെ തെർമൽ പവർ പ്ലാന്റിൽ, അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് വേറെ പേരാണ് സ്റ്റീം പവർ പ്ലാന്റ്. അപ്പോൾ ഈ സ്റ്റീം പവർ പ്ലാന്റിൽ, തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ കോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ കോൾ ഉപയോഗിക്കുമ്പോൾ ആ കോളിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമുക്കവിടെ ആഷ് കണ്ടൻറ്റ് ഉണ്ടാവണത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആ കോൾ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബോയിലറിൽ നമ്മൾ കോൾ കത്തിച്ച് കഴിഞ്ഞാൽ ആഷ് കണ്ടൻറ്റ് ചാരമായിട്ട് എത്ര പെർസെൻറ്റേജാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുറച്ച് ഫ്യൂവൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ആഷ് കണ്ടൻറ്റ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ about 5%, option B about 10%, option C about 20%, option D about 0%. അപ്പോൾ നമ്മൾക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, about 20% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി about 20%. Then next question number 8. The efficiency of a thermal power plant is about dash. അതായത് നമ്മുടെ ഒരു തെർമൽ പവർ പ്ലാന്റിന് അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 100%, ഓപ്ഷൻ ബി 85%, ഓപ്ഷൻ സി 80%, ഓപ്ഷൻ ഡി 35%. അപ്പോൾ നമുക്കിവിടെ തെർമൽ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ഓൾമോസ്റ്റ് 35% ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 35%. ഓക്കെ, ഇനി നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ്. അതിന് ഓൾമോസ്റ്റ് 85% ഒക്കെയാണ് ഹൈഡ്രോ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, 85 ആൻഡ് അബവ് വരും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? അതായത് നമുക്കിവിടെ തന്നിട്ടുള്ളതിൽ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഏതാണ്? കൺവെൻഷണൽ മീൻസ് നോൺ റിന്യൂവബിൾ, ദാറ്റ് ഈസ് നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന സോഴ്സ്.
നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്ത, നാച്ചുറൽ റിന്യൂ ചെയ്യാൻ പറ്റാത്ത സോഴ്സ്, അതായത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന സോഴ്സ്, അല്ലെങ്കിൽ കാലങ്ങളോളം നമ്മൾ ഉപയോഗിച്ചാൽ പിന്നീട് നമുക്കത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയേക്കാം. അത്തരം സോഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോള്, ഓപ്ഷൻ ബി സോളാർ, ഓപ്ഷൻ സി സ്മോൾ ഹൈഡ്രോ, ഓപ്ഷൻ ഡി വിൻഡ്. അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് തന്നെ ആൻസർ പറയാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കോളാണ്. കോള് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ കോൾ നമുക്ക് തീർന്ന് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയേക്കാം. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ കോൾ. Okay, then question number 10. Which of the following has the highest grid connected installed capacity? അതായത് താഴെ തന്നിട്ടുള്ളതിൽ നമുക്ക് ഹയസ്റ്റ് ഗ്രിഡ് കണക്റ്റഡ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സോളാർ, ഓപ്ഷൻ ബി ബയോമാസ്, ഓപ്ഷൻ സി വിൻഡ്, ഓപ്ഷൻ ഡി സ്മോൾ ഹൈഡ്രോ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഗ്രിഡ് കണക്റ്റഡ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നമുക്കിവിടെ തന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കൂടുതൽ ഗ്രിഡ് കപ്പാസിറ്റി, അതായത് ഗ്രിഡ് കണക്റ്റഡ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമ്മൾക്കുള്ളതാണ് സോളാറും വിൻഡും. ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ഈ രണ്ടെണ്ണത്തിനാണ് ഇതിൽ വരുന്നത്. അതിൽ നമുക്ക് ബെറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വിൻഡാണ്. ഓക്കെ, സോളാർ ഓൾമോസ്റ്റ് ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് എത്തുമെങ്കിൽ കൂടെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഏറ്റവും ഹൈ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഹയസ്റ്റ് ഗ്രിഡ് കണക്റ്റഡ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ സി വിൻഡ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോം ഓഫ് ബയോമാസ്? നമ്മൾക്ക് തന്നിട്ടുള്ളതിൽ ഒരു ബയോമാസിൻ്റെ ഫോം ഏതാണ് ഒരു ബയോമാസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ വുഡ്, നമ്മളെ വുഡ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ക്രോപ്പ് റെസിഡ്യൂസ്, അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ വെജിറ്റബിൾസും ഓരോ ക്രോപ്സ് റെസിഡ്യൂസാണ്. ഓപ്ഷൻ സി അനിമൽ ഡങ്, അനിമൽ വേസ്റ്റ്. ഓക്കെ, അനിമൽ വേസ്റ്റും സംഭവങ്ങളൊക്കെ. ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ബയോമാസ് എന്ന ബയോഗ്യാസ് ജനറേഷനിൽ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ബയോമാസ് ഇതെല്ലാം പറ്റും. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, the next question number 12. in a thermal power plant cooling towers are used to dash. നമ്മളൊരു തെർമൽ പവർ പ്ലാന്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൽ കൂളിംഗ് ടവർ എന്തിനാണ് യൂസ് ചെയ്യണത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ കണ്ടൻസ് ലോ പ്രഷർ സ്റ്റീം, അതായത് ലോ പ്രഷർ സ്റ്റീമിനെ, നീരാവിനെ, ലോ പ്രഷറിലുള്ള നീരാവിനെ ഒന്നും കൂടെ കണ്ടൻസ് ചെയ്യാൻ. ഓപ്ഷൻ ബി കൂൾ കണ്ടൻസ്ഡ് സ്റ്റീം, അതായത് കണ്ടൻസ് ആയിട്ടുള്ള സ്റ്റീമിനെ ഒന്നുകൂടെ കൂൾ ചെയ്യാം. ഓപ്ഷൻ സി കൂൾ വാട്ടർ യൂസ്ഡ് ഇൻ കണ്ടൻസർ ഫോർ കണ്ടൻസിങ് സ്റ്റീം, അതായത് നമുക്ക് സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസറിൽ ഉപയോഗിക്കുന്ന വാട്ടറിനെ കൂൾ ചെയ്യാൻ. ഓപ്ഷൻ ഡി കൂൾ ഫീഡ് വാട്ടർ ഓഫ് ബോയിലർ, ബോയിലറിലേക്കുള്ള ഫീഡ് വാട്ടറിനെ കൂൾ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് കൂളിംഗ് ടവറാണ്. കൂളിംഗ് ടവർ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൂളിംഗ് ടവർ ഉപയോഗിക്കുന്നത്. അതായത് ഓപ്ഷൻ സി പറയുന്ന കൂൾ വാട്ടർ യൂസ്ഡ് ഇൻ കണ്ടൻസർ ഫോർ കണ്ടൻസിങ് സ്റ്റീം, അതായത് നമുക്ക് കണ്ടൻസിങ് സ്റ്റീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസറിൽ യൂസ് ചെയ്യുന്ന വാട്ടറിനെ കൂൾ ചെയ്യാനാണ് കൂളിംഗ് ടവർ ഉള്ളത്. അപ്പോൾ നമ്മുടെ തെർമൽ പവർ പ്ലാന്റിൽ നമുക്ക് ടർബൈനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് സ്റ്റീമുണ്ട്. ടർബൈൻ വർക്ക് ചെയ്തിട്ട് പിന്നീട് വരുന്ന ആ ഒരു സ്റ്റീം നേരെ കണ്ടൻസറിലേക്കാണ് എത്തുക. അപ്പോൾ ടർബൈനൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്റ്റീം നമുക്ക് ലോ പ്രഷറൊക്കെ ആയിരിക്കും, എന്നാൽ അതിൽ കുറച്ച് എന്താ പറയുക ഹീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റീമാണ് നമുക്ക് കണ്ടൻസറിലേക്ക് എത്തുന്നത്. കണ്ടൻസറിൽ നിന്ന് ആ സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഫീഡ് വാട്ടർ പമ്പ് വഴി, ഫീഡ് വാട്ടർ ഹീറ്റർ വഴി, ഇങ്ങനെ എക്കണോമൈസർ വഴി ബോയിലറിലേക്ക് അത് പോവുകയാണ് ചെയ്യുക. അത് കണ്ടൻസ് ചെയ്ത് ആ നീരാവി കണ്ടൻസ് ചെയ്തിട്ട് വാട്ടറായി മാറും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആ കണ്ടൻസറിൽ നമുക്ക് സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോൾ അവിടെ ആ വാട്ടർ കുറച്ച് ഹീറ്റ് ഉണ്ടാകും.
അപ്പോൾ അതിനെ വീണ്ടും കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂളിംഗ് ടവറിൽ നിന്ന് നമുക്ക് സർക്കുലേറ്റിംഗ് വാട്ടർ പമ്പ് വഴി നമുക്ക് വാട്ടർ കണ്ടൻസറിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അവിടെ കണ്ടൻസറിലുള്ള വാട്ടറിനെ ഒന്നുകൂടെ കൂളാക്കിയിട്ടാണ് ഫീഡ് വാട്ടർ പമ്പ് വഴി എക്കണോമൈസർ വഴി നമ്മൾ ബോയിലറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാട്ടറിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് ടവർ ഉള്ളത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കൂൾ water used in condenser for condensing steam. Okay, then നമുക്ക് next question 30th question is bagasse is dash. എന്താണ് bagasse എന്ന് പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ വെറൈറ്റി ഓഫ് കോൾ, ഒരു കോളിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഓപ്ഷൻ ബി എ ഫ്യുവൽ കൺസിസ്റ്റിംഗ് ഓഫ് വുഡ്, അതായത് ഒരു ഫ്യുവലാണ്, വുഡ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്യുവലാണ്, വുഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്യുവലാണ്. ഓപ്ഷൻ സി ഫൈബ്രസ് പോർഷൻ ഓഫ് ഷുഗർ കെയിൻ ലെഫ്റ്റ് ആഫ്റ്റർ എക്സ്ട്രാക്ടിങ് ദ ജ്യൂസ്, അതായത് ഒരു ഫൈബ്രസ് പോർഷൻ, നാരുകൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. അതായത് ഷുഗർ കെയിൻ എന്ന്, അതായത് നമ്മുടെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ശേഷം ബാക്കി വരുന്ന ആ നാരുകൾ പോലത്തെ മെറ്റീരിയൽ, ആ വേസ്റ്റായിട്ട് വരുന്ന നാരുകൾ പോലത്തെ മെറ്റീരിയൽസാണ്. ഓപ്ഷൻ ഡി എ കൈൻഡ് ഓഫ് റൈസ് സ്ട്രോ, അതായത് ടൈപ്പ് ഓഫ് വൈക്കോല് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് ഫൈബ്രസ് പോർഷൻ ഓഫ് ഷുഗർ കെയിൻ ലെഫ്റ്റ് ആഫ്റ്റർ എക്സ്ട്രാക്ടിങ് ദ ജ്യൂസ്, അതായത് ഷുഗർ കെയിൻ കരിമ്പിൽ നിന്ന് ആ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ആ നാരുകൾ പോലത്തെ പോർഷനാണ് ബാഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14. ഫ്യുവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റ് ഈസ് ഡാഷ്, അതായത് നമ്മളൊരു ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഐസോടോപ്സ് ഓഫ് യുറാനിയം, ഓപ്ഷൻ ബി ക്രൂഡ് ഓയിൽ, ഓപ്ഷൻ സി ലിക്വിഫൈഡ് ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി മീഥെയിൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമ്മൾക്ക് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, ഒരു ഡിവൈസ്. ആ ന്യൂക്ലിയർ റിയാക്ടറിലാണ് നമ്മൾക്ക് ആക്ച്വലി നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് അവിടെ എനർജി, അത്രയും ഹൈ എനർജി ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യുവലാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഫ്യുവൽ ആക്ച്വലി യുറാനിയമാണ്. ഓക്കെ, അപ്പോൾ യുറാനിയത്തിൻ്റെ ഐസോടോപ്സ് ആണ് നമ്മളിവിടെ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 14ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഐസോടോപ്സ് ഓഫ് യുറാനിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. പൾവറൈസ്ഡ് കോൾ ഈസ് ഡാഷ്. എന്താണ് പൾവറൈസ്ഡ് കോൾ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ കോൾ ഫ്രീ ഫ്രം ആഷ്, അതായത് ആഷ് ഒന്നുമില്ലാത്ത, ആഷിന് ഫ്രീ ആയിട്ടുള്ള കോള്. ഓപ്ഷൻ ബി നോൺ സ്മോക്കിംഗ് കോൾ, അതായത് പുകയൊന്നും ഇല്ലാത്ത കോൾ. ഓക്കെ, ഓപ്ഷൻ സി കോൾ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫൈൻ പാർട്ടിക്കിൾസ്, അതായത് കോൾ ഇങ്ങനെ പൊടിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഓപ്ഷൻ ഡി കോൾ വിച്ച് ബേൺസ് ഫോർ എ ലോങ് ടൈം, ഒരു ലോങ് ടൈമിന് കത്തുന്ന കോൾ. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ പൾവറൈസ്ഡ് കോൾ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കോൾ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫൈൻ പാർട്ടിക്കിൾസ്. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി പൾവറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഇവിടെ ആ ഒരു വേർഡ് മീനിങ് കൂടി നമുക്ക് അറിയണം. പൾവറൈസേഷൻ എന്ന് പറഞ്ഞാൽ പൊടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ പൾവറൈസ്ഡ് കോൾ എന്ന് പറഞ്ഞാൽ കോളിനെ നമ്മൾ പൊടിച്ച് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആക്കിയിട്ട്, ഫൈൻ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക. അപ്പോൾ അത്തരം കോളിനെയാണ് പൾവറൈസ്ഡ് കോൾ എന്ന് പറയുക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇപ്പോൾ പൾവറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോളിനെ പൊടിക്കുക എന്നുള്ള മീനിങ് ആണ് ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിവിടെ 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കോൾ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫൈൻ പാർട്ടിക്കിൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. എക്കണോമൈസർ ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ഡാഷ്, അതായത് എന്തിന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് എക്കണോമൈസർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എയർ, ഓപ്ഷൻ ബി ഫ്ലൂ ഗ്യാസസ്,
ഓപ്ഷൻ സി ഫീഡ് വാട്ടർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എയർ, ഓപ്ഷൻ ബി ഫ്ലൂ ഗ്യാസസ്, അതായത് നമുക്ക് ആ ഒരു പ്രോസസ്സിൽ നിന്ന് ബോയിലറിൽ നിന്നൊക്കെ വരുന്ന ഗ്യാസസ്, ഓപ്ഷൻ ഡി ഫീഡ് വാട്ടർ, ഓപ്ഷൻ സി ഫീഡ് വാട്ടർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമുക്കിവിടെ എക്കണോമൈസർ എന്ന് പറഞ്ഞ ഡിവൈസ് ആക്ച്വലി നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റിലുള്ള ഒരു ഡിവൈസാണ് എക്കണോമൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എക്കണോമൈസറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീഡ് വാട്ടർ പമ്പിൻ്റെയും ബോയിലറിൻ്റെയും ഇടയ്ക്കാണ് എക്കണോമൈസറിൻ്റെ പൊസിഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ എക്കണോമൈസർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഹീറ്റ്സ് ദ ഫീഡ് വാട്ടർ ഓൺ ഇറ്റ്സ് വേ ടു ബോയിലർ ഫ്രം ദി ഫീഡ് വാട്ടർ പമ്പ്. അതായത് നമുക്കൊരു ഫീഡ് വാട്ടർ പമ്പിൽ നിന്ന് ബോയിലറിലേക്ക് പോകുന്ന വഴിയിൽ ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ആക്ച്വലി എക്കണോമൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ the correct answer is option C, feed water. Okay, then next question. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഓർക്കുക, എക്കണോമൈസർ എന്ന് പറഞ്ഞ ഡിവൈസ് നമുക്ക് വരുന്നത് നമ്മുടെ സ്റ്റീം പവർ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ തെർമൽ പവർ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. The primary source of energy is the dash. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ പ്രൈമറി സോഴ്സ് എന്താണ്? എനർജിയുടെ പ്രൈമറി സോഴ്സ്, ഉറവിടം, പ്രാഥമിക ഉറവിടം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി സൺ, ഓപ്ഷൻ സി കോൾ, ഓപ്ഷൻ ഡി സ്റ്റീം. അപ്പോൾ നമ്മുടെ എനർജിയുടെ ഏറ്റവും പ്രാഥമിക സോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, സൺ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സൺ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. Of all the plants, the minimum quantity of fuel required is in dash. അതായത് നമുക്ക് നമ്മുടെ മൊത്തം പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ, ഈ താഴെ പറഞ്ഞിട്ടുള്ള മൊത്തം പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ റിക്വയർഡ്, നമുക്ക് ഏറ്റവും കുറച്ച് ഫ്യുവൽ മാത്രം ആവശ്യമുള്ള, ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് ഏതിനാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഓപ്ഷൻ ബി ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഓപ്ഷൻ സി തെർമൽ പവർ പ്ലാന്റ്, ഓപ്ഷൻ ഡി ഡീസൽ പവർ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്കിവിടെ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ, കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഹൈഡ്രോയിൽ നമ്മൾ അങ്ങനത്തെ വേറൊരു ഫ്യുവൽ ഉപയോഗിക്കുന്നേ ഇല്ല. സോ അവിടെ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി 0 ആണ് പറയുന്നത്. പിന്നെ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമുക്ക് ഏറ്റവും മിനിമം കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് അത്രയും ഹൈ എനർജി തന്നെ പ്രൊഡ്യൂസ് ആക്കാൻ പറ്റുന്നത്. വളരെ കോസ്റ്റ് കൂടുതലാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതുപോലെ ഫ്യുവലിന് ഏറ്റവും കോസ്റ്റ് കൂടുതലാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിന്. സോ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്കവിടെ വേണ്ട, നമ്മുടെ ഫ്യുവൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഉപയോഗിക്കുന്നത് യുറാനിയമാണ്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി തന്നെ മതി നമുക്ക് അത്രയും ഹൈ പവർ ജനറേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി തെർമലിനേക്കാൾ ഡീസലിനൊക്കെ ആയിക്കോട്ടെ, നമുക്ക് കുറച്ചും കൂടെ എമൗണ്ട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഫ്യൂവൽ ആവശ്യമുണ്ട്. സോ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി വരുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഡിഫറെൻറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് യൂസ് ഫോളോവിങ് പ്രൈം മൂവേഴ്സ്. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൈം മൂവറാണ് യൂസ് ചെയ്യണമെന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹൈഡ്രോളിക് ടർബൈൻ, ഓപ്ഷൻ ബി ഗ്യാസ് ടർബൈൻ, ഓപ്ഷൻ സി സ്റ്റീം ടർബൈൻ, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബോവ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് മുകളിൽ പറഞ്ഞ് ഏത് ടൈപ്പ് പ്രൈം മൂവറും പവർ പ്ലാന്റ്സിൽ, ഡിഫറെൻറ്റ് പവർ പ്ലാന്റിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കാറുണ്ട്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എനി ഓഫ് ദി എബോവ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. പവർ പ്ലാന്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ദ ലോങ്ങസ്റ്റ് ലൈഫ് ഈസ്. അതായത് നമുക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പവർ പ്ലാന്റ് ഏതാണ്? ഏത് പവർ പ്ലാന്റാണ് കൂടുതൽ വർഷങ്ങളോളം നിലനിൽക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്റ്റീം പവർ പ്ലാന്റ്, ഓപ്ഷൻ ബി ഹൈഡ്രോളിക് പവർ പ്ലാന്റ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൈഡ്രോളിക് പവർ പ്ലാന്റിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഹൈഡ്രോളിക് പവർ പ്ലാന്റ്. Sorry. Next question 21.
സോളാർ സെൽ മെയ്ഡ് ഓഫ്, നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് സോളാർ സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ സി സിലിക്കൺ, ഓപ്ഷൻ ഡി സിൽവർ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ സോളാർ സെൽ ഉണ്ടാക്കിയിട്ടുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ടുള്ള സിലിക്കൺ ആണ്. ഓക്കെ, ബാക്കി എല്ലാ മെറ്റീരിയൽസും നമുക്കിവിടെ നമ്മുടെ മെറ്റൽസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സോളാർ സെൽ ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്കൺ കൊണ്ടാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സിലിക്കൺ ആണ് സോളാർ സെല്ല് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. The generation of power by solar cell has great disadvantage that the power generation is dash. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ സോളാർ സെല്ലിൽ നിന്ന് ഉള്ള പവർ ജനറേഷൻ്റെ, അതായത് സോളാർ പവർ ജനറേഷൻ്റെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്, ഏറ്റവും വലിയ എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ആ പവർ ജനറേഷൻ എങ്ങനെയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഗ്രേറ്റ് ഡിസഡ്വാൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെരി കോസ്റ്റ്ലി, ഓപ്ഷൻ ബി വെരി ചീപ്പ്, ഓപ്ഷൻ സി റിക്വയർ മോർ സ്പേസ്, ഓപ്ഷൻ ഡി റിക്വയർ മോർ ലേബർ. ഓപ്ഷൻ എ പറഞ്ഞത് വളരെയധികം കോസ്റ്റ് കൂടുതലാണ്, ഓപ്ഷൻ ബി വളരെ കോസ്റ്റ് കുറവാണ്, ഓപ്ഷൻ സി പറയുന്നത് കൂടുതൽ സ്പേസ് വേണം, ഓപ്ഷൻ ഡി നമുക്ക് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാൻ കൂടുതൽ ലാബേഴ്സ്, കൂടുതൽ വർക്കേഴ്സ് വേണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് ആക്ച്വലി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ നമ്മുടെ സോളാർ പവർ ജനറേഷനിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ദാറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ആണ്, അതുപോലെ കൂടുതൽ മോർ സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമുക്ക് ആ സോളാർ പാനൽസൊക്കെ നമുക്കൊരു കുറേ അത്രയും ലോങ് ആയിട്ട് അല്ലെങ്കിൽ വെരി ലാർജായിട്ട് സോളാർ പാനൽ വെച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന പെർട്ടിക്കുലർ ഒരു കുറച്ച് എമൗണ്ടെങ്കിലും ഇലക്ട്രിക് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വളരെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ രണ്ടും സോളാർ പവർ ജനറേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റിക്വയർ മോർ സ്പേസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. The following is not a component of thermal power plant. അതായത് ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ കമ്പോണൻറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കണ്ടൻസർ, ഓപ്ഷൻ ബി കൂളിംഗ് വാട്ടർ, ഓപ്ഷൻ സി ടർബൈൻ, ഓപ്ഷൻ ഡി ഫ്യൂവൽ ടാങ്ക്. അപ്പോൾ നമുക്കിവിടെ എല്ലാം ഏകദേശം ആൻസർ പോലെ തന്നെ തോന്നും, പക്ഷേ കറക്റ്റ് ആൻസർ പറയുവാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, ഫ്യൂവൽ ടാങ്ക് ആണ്. നമുക്ക് അങ്ങനെ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ ആവശ്യം നമ്മുടെ തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റിൽ വരുന്നില്ല. നമുക്കവിടെ ഒരു കോൾ സ്റ്റോറേജ്, കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ്, പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് ബോയിലറാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഫ്യൂവലിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്ക് നമുക്കിവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂവൽ ടാങ്ക് നമുക്ക് മെയിനായിട്ട് ഡീസൽ പവർ പ്ലാന്റിലൊക്കെയാണ് ഈ ഫ്യൂവൽ ടാങ്ക് എന്ന് പറഞ്ഞ സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്കിവിടെ തെർമൽ പവർ പ്ലാന്റിൽ അല്ലാത്ത കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഫ്യൂവൽ ടാങ്ക് ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് പവർ പ്ലാന്റ് ഈസ് ഫ്രീ ഫ്രം എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പ്രോബ്ലം? താഴെ പറയുന്നത് നമുക്ക് പരിസ്ഥിതിക്ക് പൊല്യൂഷൻ പ്രോബ്ലം ഇല്ലാത്ത പവർ പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ എ തെർമൽ, ഓപ്ഷൻ ബി ന്യൂക്ലിയർ, ഓപ്ഷൻ സി ഹൈഡ്രോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ സി ആണ്, ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ് നമുക്ക് എൻവയോൺമെൻറ്റിൽ വേറെ പൊല്യൂഷൻ പ്രോബ്ലം ഒന്നും മലിനീകരണമൊന്നും ഉണ്ടാക്കാത്തത്. ബാക്കി തെർമൽ ന്യൂക്ലിയർ ഒക്കെ ആയിക്കോട്ടെ അതിൻ്റേതായ എന്താ പറയുക, തെർമൽ നിന്നാണെങ്കിൽ നമുക്ക് കുറേ വേസ്റ്റായിട്ട് കുറേ നമുക്ക് ആഷ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ നമുക്ക് കുറേ ഹോട്ട് ഗ്യാസുകൾ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, നമുക്ക് അറ്റ്മോസ്ഫിയറൊക്കെ വളരെ ഹീറ്റാകാം. അതുപോലെ നമ്മുടെ ന്യൂക്ലിയർ എന്നാണെങ്കിലും കുറേ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള റേകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ നമുക്ക് അത്തരം പൊല്യൂഷനൊന്നും ഉണ്ടാക്കാത്ത ഒരു പവർ പ്ലാന്റ് എന്നാണ് കറക്റ്റ് ആൻസർ ഹൈഡ്രോ പവർ പ്ലാന്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൺട്രോൾ റോഡ്സ് ആർ മെയ്ഡ് ഓഫ്. നമ്മളൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ കൺട്രോൾ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് മെറ്റീരിയൽ കൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി കാഡ്മിയം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. അപ്പം കൺട്രോൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ റോഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമ്മുടെ
ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഫിഷൻ നടക്കുമ്പോൾ നമുക്കവിടെ ധാരാളം സപ്ലൈ ഓഫ് ന്യൂട്രോൺസ് വേണം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫിഷൻ നടക്കും. ന്യൂക്ലിയർ ഫിഷൻ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ ഫിഷൻ നടന്നിട്ടാണ് നമുക്കവിടെ ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ചെയിൻ റിയാക്ഷനാണ്, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചെയിൻ റിയാക്ഷനാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു ന്യൂക്ലിയർ ഫിഷൻ ഒരു റിയാക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു റിയാക്ഷനായിട്ട് നമ്മൾ സ്റ്റോപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നമുക്ക് ചെയിൻ റിയാക്ഷനായിട്ട് ഒത്തിരി അധികം ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ന്യൂട്രോണിൻ്റെ സപ്ലൈ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ആക്ച്വലി കൺട്രോൾ റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കൺട്രോൾ റോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും സ്ട്രോങ് ന്യൂട്രോൺ അബ്സോർബർ ആയിട്ടുള്ള കാഡ്മിയമാണ് കൺട്രോൾ റോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാഡ്മിയം ഉപയോഗിക്കാനുള്ള കാരണം കാഡ്മിയം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ന്യൂട്രോൺ അബ്സോർബറാണ്. അതായത് ന്യൂട്രോണിനെ കൂടുതലായിട്ട് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരു കഴിവുണ്ട് കാഡ്മിയത്തിന്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിഷൻ്റെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ ന്യൂട്രോൺസ് അവിടെ എക്സ്ട്രാ ഒത്തിരി ഉണ്ടാകുമ്പോൾ ആ ന്യൂട്രോൺസിനെ ഈ കാഡ്മിയം അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫിഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മുടെ കൺട്രോൾ റോഡ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ റോഡായിട്ട് അതാണ് കൺട്രോൾ റോഡിൻ്റെ ഫങ്ഷൻ. സോ കൺട്രോൾ റോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാഡ്മിയമാണ്. Okay, then next 26th question, which one is used to heat the incoming air for combustion? അതായത് നമ്മളൊരു കമ്പസ്റ്റന് വേണ്ടിയിട്ടുള്ള ഇൻകമ്മിങ് എയറിനെ ഹീറ്റ് ചെയ്യാൻ താഴെ ഉപയോഗിക്കുന്ന ഏതാണ് ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഭാഗമാണ്. അതായത് ഓപ്ഷൻ എ സൂപ്പർ ഹീറ്റർ, ഓപ്ഷൻ ബി എയർ പ്രീ ഹീറ്റർ, ഓപ്ഷൻ സി കണ്ടൻസർ, ഓപ്ഷൻ ഡി കൂളിംഗ് ടവർ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇൻകമ്മിങ് എയറിനെ കമ്പസ്റ്റന് മുന്നേ ഒന്നും കൂടെ വീണ്ടും ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി എയർ പ്രീ ഹീറ്ററാണ്. അതായത് ദാറ്റ് മീൻസ് നമുക്ക് ബോയിലറിലേക്ക് വരുന്ന ഇൻകമ്മിങ് എയറിനെ ഒന്നുകൂടെ എയർ പ്രീ ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഹോട്ട് എയറാണ് ബോയിലറിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എയർ പ്രീ ഹീറ്റർ. Then next question number 27, the water turbine converts. വാട്ടർ ടർബൈൻ എങ്ങനെയാണ് വാട്ടർ ടർബൈൻ നടക്കുന്ന കൺവേർഷൻ? ഓപ്ഷൻ എ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹൈഡ്രോളിക് എനർജി. മെക്കാനിക്കൽ എനർജീനെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണു. ഓപ്ഷൻ ബി ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവണു. ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹൈഡ്രോളിക് എനർജി. ഇലക്ട്രിക്കൽ എനർജീനെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണു. ഓപ്ഷൻ ഡി ഹൈഡ്രോളിക് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഹൈഡ്രോളിക് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണു. സോ നമുക്കിവിടെ വാട്ടർ ഹീറ്ററാണ്. സോ വാട്ടർ ഹീറ്റർ ചെയ്യുന്നത് വാട്ടറിൽ നിന്നുള്ള ഹൈഡ്രോളിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ മെക്കാനിക്കൽ എനർജിയാണ് ആക്ച്വലി നമുക്ക് നമ്മുടെ ആൾട്ടർനേറ്ററിലേക്ക് പോകുന്നത്. ആൾട്ടർനേറ്ററാണ് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്കിവിടെ വാട്ടർ ടർബൈൻ്റെ ഫംഗ്ഷൻ ഓപ്ഷൻ ബി ആണ്. ഹൈഡ്രോളിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് question number 28, dash is used to connect surge tank to turbine in hydraulic power station. നമ്മുടെ ഹൈഡ്രോളിക് പവർ സ്റ്റേഷനിൽ സർജ് ടാങ്കിനെ ടർബൈനുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് പാർട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം സർജ് ടാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹാമറിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് നമ്മുടെ ഇൻടേക്ക് എന്ന് വരുന്ന വാട്ടർ, ഡാം റിസർവോയിൽ നിന്ന് വരുന്ന വാട്ടർ നമുക്ക് പെൻസ്റ്റോക്ക് വഴിയാണ് നമ്മുടെ എന്താ പറയുക ടർബൈനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ആ പെൻസ്റ്റോക്കിലുണ്ടാകുന്ന വാട്ടർ ഹാമറിങ്, ആ വാട്ടർ ഒത്തിരി ഹൈ ആയിട്ട് വരുന്ന സമയത്ത്, ഒത്തിരി നമ്മൾ കൂടുതൽ മഴക്കാലത്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി വാട്ടർ ഉണ്ടാകും. അപ്പോൾ വാട്ടർ നല്ല ഹൈ പ്രഷറിലേക്ക് പെൻസ്റ്റോക്കിലേക്ക് വരുമ്പോൾ അവിടെ വാട്ടർ ഹാമറിങ്, ഒരു വാട്ടറിൻ്റെ ഒരു തള്ളൽ സംഭവിക്കും, ഒരു ഹാമറിങ് സംഭവിക്കും. സോ നമുക്ക് പെൻസ്റ്റോക്ക് പൊട്ടിപ്പോവാൻ കാരണം ഒത്തിരി വാട്ടർ പുറത്തേക്ക് തള്ളി വരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ വാട്ടർ ഹാമറിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടറിനെ ആദ്യം വേറൊരു ചെറിയൊരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ആക്ച്വലി
സർജ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഹാമറിങ് കുറയ്ക്കാം, പെൻസ്റ്റോക്കിലേക്ക് വരുന്ന വാട്ടർ ഹാമറിങ് കുറയ്ക്കുക എന്നാണ് സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചത് ഈ സർജ് ടാങ്ക് ഹൈഡ്രോളിക് ടർബൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം എന്താണ്? അപ്പോൾ ഓപ്ഷൻ എ പെൻസ്റ്റോക്ക്, ഓപ്ഷൻ ബി റിസർവോയർ, ഓപ്ഷൻ സി ഡാം, ഓപ്ഷൻ ഡി സ്പിൽവേ. അപ്പോൾ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പെൻസ്റ്റോക്ക് ആണ്. അപ്പോൾ ഓപ്ഷൻ എ പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്ക് ആണ് സർജ് ടാങ്കിനെയും നമ്മുടെ ഹൈഡ്രോളിക് പവർ സിസ്റ്റമായിട്ടുള്ള ടർബൈനും കൂടി കണക്ട് ചെയ്യണം. ഓപ്ഷൻ എ പെൻസ്റ്റോക്ക്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29. പ്രോട്ടോൺ ക്യാരീസ് എ ഡാഷ് ചാർജ്. പ്രോട്ടോണിന് എന്ത് ചാർജാണുള്ളത്? ഓപ്ഷൻ എ പോസിറ്റീവ്, ഓപ്ഷൻ ബി നെഗറ്റീവ്, ഓപ്ഷൻ സി ന്യൂട്രൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. നമ്മളൊരു അറ്റോമിക് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സെൻറ്ററാണ് ന്യൂക്ലിയസ്. അറ്റോമിക് സ്ട്രക്ചറിലെ ആറ്റത്തിൻ്റെ സെൻറ്റർ ന്യൂക്ലിയസിലാണ് നമുക്ക് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഇനി ആ ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഒരു പ്രത്യേക പാത്തായിട്ടുള്ള ഓർബിറ്റിലാണ് ആക്ച്വലി നമ്മുടെ ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇനി ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ന്യൂട്രൽ അല്ലെങ്കിൽ നോ ചാർജ് എന്നാണ് പറയാം. പുറത്തുള്ള ഓർബിറ്റുള്ള ഇലക്ട്രോണിന് ആണ് നെഗറ്റീവ് ചാർജ്. സോ നമുക്കിവിടെ ചോദിച്ചുള്ള പ്രോട്ടോണാണ്, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്. ദെൻ അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ന്യൂക്ലിയർ റിയാക്ടർ യൂട്ടിലൈസ് ദ പ്രോസസ് ഓഫ് ഡാഷ്. അതായത് നമുക്ക് ന്യൂക്ലിയർ പവർ ജനറേഷനിലുള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ആ ന്യൂക്ലിയർ റിയാക്ടറിലാണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫ്യൂഷൻ, ഓപ്ഷൻ ബി ബോത്ത് ഫ്യൂഷൻ ആൻഡ് ഫിഷൻ, ഓപ്ഷൻ സി ഫിഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഫ്യൂഷൻ, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ട് ബിഗ് മോളിക്യൂളായി മാറുന്നതാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്നാൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ മോളിക്യൂൾസ് കുഞ്ഞു മോളിക്യൂൾസായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി പൊട്ടിത്തെറി നടക്കാമെന്ന് ന്യൂക്ലിയർ ഫിഷൻ. ദെൻ ഓപ്ഷൻ ബി പറഞ്ഞത് ഫ്യൂഷനും ഫിഷനും രണ്ടും കൂടി നടക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ നമ്മുടെ ന്യൂക്ലിയർ പവർ ജനറേഷനിൽ പറയുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. ദാറ്റ് മീൻസ് നമുക്കിവിടെ നമ്മുടെ കുറേ ന്യൂക്ലിയസിനെ കുഞ്ഞു ന്യൂക്ലിയസ് ഉണ്ടാകുകയാണ് ചെയ്യണത് ഫിഷൻ. അതായത് നമുക്ക് ബിഗ് ന്യൂക്ലിയസിന് എന്താ പറയുക പൊട്ടിത്തെറിച്ചിട്ട് അതിന് കുറേ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയൊക്കെ റിലീസായിട്ട് കുഞ്ഞു ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതായത് ഹെവി ആറ്റം കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും, ചെറുതായിട്ട് മാറും. അതാണ് ഫിഷൻ. അതാണ് നമുക്ക് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നിവിടെ നമ്മുടെ പവർ ജനറേഷൻ എന്ന മൊഡ്യൂളിലെ ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഓൾമോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പല ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് തോന്നാം. ഓക്കെ, പല ക്വസ്റ്റ്യനും നമ്മൾക്ക് ഇവിടെ കറക്റ്റ് ആ ഒരു പ്രോസസ്സിൻ്റെയൊക്കെ വേർഡ് മീനിങ് നമുക്ക് ക്ലിയർ ആയാലാണ് കറക്റ്റ് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. പലതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യനുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പം ചിലത് നമ്മൾ നല്ല അറിയുന്ന ക്വസ്റ്റ്യൻ ചിലപ്പം ഓപ്ഷൻസ് കണ്ടിട്ട് കൺഫ്യൂഷനായിട്ട് തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഓരോ ഓപ്ഷൻസും കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്യാൻ. ഓക്കെ, പല ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ പവർ ജനറേഷനിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാനൊരു ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.